ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയ ഉന്മൂലനത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഒന്നടങ്കം തന്നെ ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന ഈ പ്രവർത്തനത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. പല ഘട്ടങ്ങളിലും ഈ ഇസ്രായേലിന് പിന്തുണ നൽകിയ രാജ്യങ്ങളാണ് ഇപ്പോൾ നേരെ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തുന്നത് നരഹത്യയാണ് എന്നുള്ളതും അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ ഇത്തരം പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായിരിക്കുന്ന ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം തന്നെ ബ്രിട്ടനും ഫ്രാൻസും കാനഡയും നടത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഏകോപനത്തോടു കൂടിയല്ല നീങ്ങുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുകയും ഫ്രാൻസിൽ വെച്ച് ഉക്രൈന് പിന്തുണ നൽകുന്ന ഒരു വട്ടമേശ സമ്മേളനം നടത്തുകയും ചെയ്തു. അതിന് നേതൃത്വ പങ്ക് വഹിച്ചത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ അത് പറയുകയും ചെയ്തു. അമേരിക്കയുടെ എല്ലാ നയത്തെയും നിലപാടിനെയും അങ്ങനെ തന്നെ പിന്തുണക്കുന്ന സമീപനമൊന്നും ബ്രിട്ടനില്ല. ബ്രിട്ടന് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഉണ്ട്. അതിലൂടെ മാത്രമേ യാത്ര ചെയ്യൂ. ആദ്യഘട്ടത്തിൽ ഒക്ടോബർ 7 2023 നടത്തിയ ഹമാസിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് വലിയ പിന്തുണ ബ്രിട്ടനും ഫ്രാൻസും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് നൽകിയിരുന്നു എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും നൽകിയതായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടൻ ഈ ഇസ്രായേൽ നിലനിൽക്കേണ്ട ആവശ്യമാണെന്നും അവരുടെ തിരിച്ചടികൾ അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അക്രമത്തിൻ്റെ പ്രതിരോധം എന്ന നിലക്ക് അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള നിലപാടായിരുന്നു പരമാവധി യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായത്. എന്നാൽ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും രീതികളും കൂട്ടക്കൊലകളും വംശഹത്യകളും ഭക്ഷണവും വെള്ളവും നൽകാത്ത രീതിയിൽ ഗസക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന പ്രവൃത്തികളെല്ലാം മനുഷ്യത്വ രഹിതമായിരിക്കുന്ന പ്രവർത്തനമാണെന്നും അത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ വേണ്ടി സാധിക്കുകയില്ല എന്ന നിലപാടിലേക്ക് പിന്നീട് ഇവരെത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പറയുന്ന ഒരു കാര്യം, ഒരു തരത്തിലും ഇസ്രായേലിൻ്റെ നയങ്ങളെയും നിലപാടിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രവുമല്ല, അവർക്ക് ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കുള്ള എല്ലാ സഹായ കാര്യങ്ങളും തങ്ങൾ നിർത്തിവെക്കും എന്ന് അവർ പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഏകദേശം 22ഓളം യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടിനെ പിന്തുണച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അവർ വലിയ രീതിയിലുള്ള വിമർശനം നടത്തി. അതിന് കാര്യം അവർ പറയുന്നത്, UN സഭ നൽകുന്ന ഭക്ഷ്യധാന്യ കിറ്റുകൾ ഇസ്രായേൽ വിതരണം ചെയ്യുന്നതും അവർ തടയുന്നതും അന്താരാഷ്ട്ര യുദ്ധ കുറ്റത്തിന് തുല്യമാണ്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. റഫ അതിർത്തിയോട് ചേർന്ന് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളെല്ലാം UN സമാധാന സേനയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളാണ് കൂടുതലും ഉള്ളത്. മറ്റ് അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്നതാണ് മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ. അത് തടയാൻ വേണ്ടിയിട്ട് ഒരു നിലക്കും ഇസ്രായേലിന് അധികാരമില്ല. അത് അവർ ചെയ്യുന്നത് ഏകാധിപത്യ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞതോടുകൂടി ഇത് യുദ്ധത്തിന് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പറയുന്ന കാര്യം എങ്ങനെയാണ്, ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ രാഷ്ട്രങ്ങളുടെ നിലപാട്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ. 1-2 ലോക യുദ്ധം നടത്തിയതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള സൈനിക ശക്തിയുള്ള ബലമുള്ള രാജ്യങ്ങളാണ്. ആയതിനാൽ അവരുടെ നയങ്ങളും നിലപാടുകളും ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നതും അവർ വിമർശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ ഉപരോധം ഏർപ്പെടുത്തുന്ന സമയത്ത് അത് രാജ്യത്തിന് സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അവർ വിലയിരുത്തി പറയുന്നു, ഏകദേശം 10 ദിവസത്തിനിടയിൽ അതിക്രൂരമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ഇസ്രായേൽ നടത്തിയത്. 600-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശ റിപ്പോർട്ട്. അത് ഗസയുടെ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. തകർത്തെറിയപ്പെട്ട ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇപ്പോഴും ഫലസ്തീനികൾ കുടുങ്ങിക്കിടക്കുന്നതും മരണപ്പെട്ടവരുടെ മൃതദേഹം കിട്ടാത്തതുമായിരിക്കുന്നവരുടെ എണ്ണം ഇനിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എണ്ണൽ സംഖ്യ അല്ലെ മരണസംഖ്യ വളരെ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും ഇതിനോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പറയുന്നത് ഇസ്രായേലിനെ അങ്ങനെ വിടാൻ വേണ്ടിയൊന്നും പറ്റില്ല. കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണയോട് കൂടിയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയെ വിമർശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ബ്രിട്ടനാണ് ഇതിൻ്റെ ആദ്യത്തെ വെടി പൊട്ടിച്ചത്. അവർ പറയുന്നു, അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും അങ്ങനെ തന്നെ പിന്തുണക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല ബ്രിട്ടന് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ട്. ചില കാര്യത്തിൽ മാത്രമേ അവരുമായിട്ട് സഹകരിക്കേണ്ടതുള്ളൂ. പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇരട്ടത്താപ്പാണ് കളിക്കുന്നത് എന്ന് ഇതിൻ്റെ മുൻപ് തന്നെ കാനഡയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം വന്നിരുന്നു. ഔദ്യോഗികപരമായിരിക്കുന്ന പരാമർശം അല്ലെങ്കിൽ പോലും അതിന് വലിയ എതിർപ്പ് ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. തങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു
അതിന് അമേരിക്കയിലെ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇസ്രായേലിന് നിരന്തരം സൈനിക സഹായം നൽകുക, സഹായം നൽകുക, ഇത്തരം പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഭാഷയിൽ പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. അത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം ശക്തമായ രീതിയിലാണോ ഇസ്രായേൽ പ്രതികരിക്കുന്നത്, അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, അതേ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഈ അമേരിക്ക ഇതിന് പ്രതികരിക്കേണ്ടത്. അത് അവർ ചോദിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ യുദ്ധത്തിലില്ലാത്ത രാജ്യമാണ്, നിങ്ങൾ നേരിട്ടൊരു യുദ്ധം നയിക്കുന്നില്ല, പിന്നെ ഇസ്രായേലും ഫലസ്തീനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇറാനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ അവരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് ചോദിക്കുന്നു. പല ഘട്ടങ്ങളിലും നടത്തിയിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അമേരിക്കയുടെ സാന്നിധ്യമുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക സമാധാനത്തിന് വേണ്ടി എന്ന തരത്തിൽ അവർ ഈ മധ്യസ്ഥരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് ആയുധം നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് അമേരിക്കയുടെ ആയുധ ഫാക്ടറിയിൽ നിന്നാണ്. ഇത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ കൂടിയാണ് ചെയ്യുന്നത്. ഇതൊന്നും ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ വിലയിരുത്തുന്നത് ബ്രിട്ടനും ഫ്രാൻസും കാനഡ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം എടുത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇസ്രായേലിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അത് സാമ്പത്തികമായ രീതിയിൽ വലിയ തകർച്ച ആ രാജ്യം നേടും. ഇപ്പോൾ തന്നെ ഈ ഇസ്രായേലിൻ്റെ കറൻസിയുടെ മൂല്യം വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ടൂറിസം മേഖല അപ്പാടെ തകർന്നിട്ടുണ്ട്. പല സീപോർട്ടുകളും എയർപോർട്ടുകളും അടക്കപ്പെട്ടിട്ടുണ്ട്. അപൂർവമായിട്ട് തുറക്കുന്ന എയർപോർട്ടുകളും സീപോർട്ടുകളുമായിട്ട് ചില ഏരിയകൾ മാറിയിരിക്കുന്നു. അതിർത്തി പങ്കിടുക എന്ന് പറയുന്ന സമയത്ത് സിറിയയുടെയും ലെബനൻ്റെയും ഫലസ്തീൻ്റെയും അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ പാലായനം നടത്തുന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുന്നു. മധ്യ ഗസയിലേക്കോ അല്ലെങ്കിൽ ഒഴിവുള്ള മേഖലയിലേക്കോ മരുഭൂമിയിലേക്കോ എങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ ചില സോഷ്യൽ മീഡിയ ഒക്കെ പുറത്ത് വിടുന്നുണ്ട്. അത് ഔദ്യോഗികമായ രീതിയിൽ സർക്കാർ ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. 75,000-ഓളം ഇസ്രായേലിനെ ലെബനാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇതിന് മുൻപ് കുടിയേൽപ്പിച്ചിരുന്നു. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും സങ്കീർണമായി നിലനിൽക്കുന്നു. അവർക്ക് തിരിച്ച് ഈ പറയപ്പെട്ട ഏരിയയിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനുള്ള സൗകര്യവും സമാധാനവും ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് അവർ തന്നെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് അവരുടെ ജീവിത രീതികളും നിലവാരങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നു എന്നാണ് ഇതിനോടനുബന്ധിച്ച് അവർ തന്നെ പറയപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ഏരിയകൾ കാൻയൂണിസിൻ്റെ ചില ഭാഗങ്ങളിൽ ബന്ദികൾ ഉണ്ട് എന്ന് രഹസ്യമായിരിക്കുന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂരമായിരിക്കുന്ന ആക്രമണം നടത്തുന്നത് എന്നാണ് ഇതിനവർ ന്യായീകരിക്കുന്നത്. ഇസ്രായേൽ പറയുന്ന കാര്യമാണ് ബന്ദികൾ ഈ ഏരിയകളിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്ന കാര്യം, അത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പറയുന്ന കാര്യം, ആ ഏരിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പോയി പിടിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് നിരപരാധികൾ കൊല്ലുന്നു. 600-ഓളം പേരെ കൊലപ്പെടുത്തിയത് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിലാണ്. എന്തിനവരെ കൊല്ലുന്നു? മറ്റുള്ളവർ പോയി പിടിച്ചാൽ പോരെ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ മറുപടി പറയുന്നില്ല. ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് ഗസ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് IDF-ൻ്റെ ഒരു സംഘം ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരുന്നു. അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഗസയെ പിടിച്ചെടുക്കേണ്ട കാര്യം എന്താ? ഗസ നിങ്ങളുടെ കൈവശത്ത് തന്നെയാണ്. അതിൻ്റെ പരമാവധി അതിർത്തി ഭാഗങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ സൈന്യമാണ് വിന്യസിച്ചത്. അവരുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് മേഖല കഴിയുന്നത്. കരമാർഗവും ആകാശമാർഗവും നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അവിടെ പൂർണ്ണമായ രീതിയിൽ കൈപ്പടിയിൽ ഒതുക്കിയിട്ടുണ്ട്, അല്ലെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പലസ്തീനെ കൊല്ലാൻ വേണ്ടി പറയുന്ന ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ മറ്റൊരു രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉപരോധ സംവിധാനങ്ങൾ വരുന്ന സമയത്ത് യൂറോപ്പ് രാജ്യങ്ങളുടെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ അമേരിക്കയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാവിയിൽ ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത് എന്ന് അമേരിക്കയുടെ ഒരു പ്രതിനിധി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഈ നിലപാടിൽ നിന്ന് യൂറോപ്യന്മാർ മാറണം എന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് വ്യക്തിപരമായ രീതിയിൽ പരാമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ രാജ്യത്ത്, ആ മേഖലയിൽ വലിയ സ്വാധീനം അമേരിക്കക്ക് ഉണ്ടാവണമെങ്കിൽ ഏക ആണവായുധ രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ നിലനിർത്തിയേ പറ്റൂ. അതിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ തന്നെയാണ് അമേരിക്ക നടത്തുന്നത്. പല ഘട്ടങ്ങളിലും ഒരു ഭാഗത്ത് സമാധാനം, ഒരു ഭാഗത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് അമേരിക്ക മാറിയിട്ടിപ്പോൾ ഒരുപാട് നാളുകളായി, അല്ലെങ്കിൽ ഒരു വർഷത്തിലധികം കഴിഞ്ഞു. അപ്പോൾ ഇരട്ട മുഖമാണ്, രണ്ട് തരത്തിലുള്ള അഭിനയമാണ്
വളരെ കൃത്യമായ രീതിയിൽ അമേരിക്ക ഇപ്പോൾ അഭിനയിച്ച് കൂട്ടുന്നത്. ആയതിനാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടുകളും സമീപനങ്ങളും ഭാവിയിൽ ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൻ്റെ മുൻകൂട്ടിയുള്ള കാഴ്ചയായിട്ട് തന്നെ അമേരിക്ക കാണുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം എന്ന കാര്യത്തിലൊക്കെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ പറയുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം കൈവിട്ടു പോകുന്ന രീതിയിലാണ്. അറബ് രാജ്യങ്ങളാണ് തങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അവരെ ഒതുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നതിനിടയിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു പ്രത്യേക സാഹചര്യം വന്നിരിക്കുന്നു. ഇതിനെ അതിജീവിക്കാനും സാധിക്കുകയില്ല, ഇതിനെ പ്രതിരോധിക്കാനും വേണ്ടി സാധിക്കുകയില്ല. അങ്ങനത്തെ വല്ലാത്ത രീതിയിലൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ പെട്ടിരിക്കുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് ഈജിപ്തിൽ ചർച്ച നടത്തിയിരുന്നു. പുനർനിർമ്മാണം നടക്കണമെങ്കിൽ രാജ്യം സ്വതന്ത്രമാവണ്ടേ എന്നാണ് ഇസ്രായേൽ അന്ന് ചോദിച്ചത്. അപ്പോൾ അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം, ഈ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഇസ്രായേലിൻ്റെ പ്രഖ്യാപനത്തോടു കൂടി മാത്രമേ ഉണ്ടാവൂ എന്ന് കണക്കാക്കേണ്ട കാര്യമില്ല. അതിനവർ പറയുന്ന മറുപടി, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ നൽകിയിട്ടൊന്നുമല്ല, ആ രാജ്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചതാണ്. അത്തരം പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷേ പാലസ്തീൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുമ്പോൾ ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ മുറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.